closed. When you hear it, you're gonna think we're insane. It started out small. Like a hand or a leg was in a different position, and its head was looking up instead of down, and then one day it was in a completely different room. It was moving around by itself. നിങ്ങൾ എപ്പോഴെങ്കിലും നിശബ്ദതയെ ഭയന്നിട്ടുണ്ടോ? രാത്രിയുടെ രണ്ടാം യാമത്തിൽ നിങ്ങളുടെ മുറിയിലെ ഒരു വസ്തു അതിൻ്റെ സ്ഥാനം മാറിയതായി തോന്നിയിട്ടുണ്ട്. 1970കളിൽ കണക്റ്റിക്കട്ടിലെ ഒരു അപ്പാർട്ട്മെൻറ്റിൽ 2 പെൺകുട്ടികൾ അനുഭവിച്ചത് വെറുമൊരു ഭീതിയല്ലായിരുന്നു, അതൊരു വേട്ടയാടലായിരുന്നു. നമ്മൾ സിനിമയിൽ കണ്ട ആ വിരൂപമായ മൺപാവയല്ല യഥാർത്ഥ അനബെല്ലെ. അത് കാണാൻ വളരെ ഭംഗിയുള്ള ചുവന്ന മുടിയുള്ള ഒരു മരപ്പാവയാണ്. പക്ഷേ ആ ഭംഗിയുള്ള മുഖത്തിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നത് നരകത്തിലെ ഏറ്റവും ക്രൂരനായ ഒരു പിശാചാണ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് വാരൻ ദമ്പതികൾ പോലും വെളിപ്പെടുത്താൻ ഭയപ്പെട്ട അനബെല്ലയുടെ ചോരയുറയുന്ന യഥാർത്ഥ ചരിത്രമാണ്. തുടക്കത്തിൽ അതൊരു തമാശയായിരുന്നു. ഡോണയും ആൻജിയും ആ പാവയെ ഒരു കളിപ്പാട്ടമായി കണ്ടു. പക്ഷേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ പാവയുടെ വികൃതികൾ കൂടി വന്നു. രാവിലെ ലിവിംഗ് റൂമിൽ വയ്ക്കുന്ന പാവ വൈകുന്നേരം ബെഡ്റൂമിലെ പൂട്ടിയിട്ട വാതിലിനുള്ളിൽ കാണപ്പെട്ടു. ചിലപ്പോൾ പാവയുടെ കൈകാലുകൾ മനുഷ്യനെ പോലെ മടക്കി വെച്ചിട്ടുണ്ടാകും. പിന്നീടാണ് ആ ഭീകരമായ കുറിപ്പുകൾ വരാൻ തുടങ്ങിയത്. ഹെൽപ്പ് അസ്, ഹെൽപ്പ് ലൂ. പഴയ പാർച്ച്മെൻറ്റ് പേപ്പറിൽ പെൻസിൽ കൊണ്ട് എഴുതിയ കുറിപ്പുകൾ. ആ വീട്ടിൽ അങ്ങനെ ഒരു പേപ്പറോ പെൻസിലോ ഇല്ലായിരുന്നു. ഈ കുറിപ്പുകൾ ഇവിടെ നിന്ന് വന്നു. അങ്ങനെയാണ് ലൂ എന്ന അവരുടെ സുഹൃത്തിന് നേരെ ആക്രമണമുണ്ടാകുന്നത്. ഒരു രാത്രി ഉറക്കത്തിനിടയിൽ ലൂ ഉണർന്നപ്പോൾ കണ്ടത് തൻ്റെ കാലിൻ്റെ താഴെ ഇരിക്കുന്ന അനബെല്ലയാണ്. അത് പതുക്കെ അവൻ്റെ ശരീരത്തിലൂടെ ഇഴഞ്ഞു കയറി അവൻ്റെ കഴുത്ത് ഞെരിക്കാൻ തുടങ്ങി. ശ്വാസം മുട്ടിപ്പിടഞ്ഞ ലൂ ബോധരഹിതനായി. അടുത്ത ദിവസം ആരുമില്ലാത്ത മുറിയിൽ വെച്ച് ലൂവിന് നേരെ വീണ്ടും ആക്രമണമുണ്ടായി. അവൻ്റെ നെഞ്ചിൽ ആരോ ആഞ്ഞറിഞ്ഞതുപോലെ 7 ആഴത്തിലുള്ള നഖക്ഷതങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. അത് വെറും മുറിവുകളല്ലായിരുന്നു, കരിയുന്ന മാംസത്തിൻ്റെ ഗന്ധമുള്ള അസാധാരണമായ മുറിവുകളായിരുന്നു. എഡ് ആൻഡ് ലൊറൈൻ വാരൻ അവിടെ എത്തിയപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി. ആ പാവയ്ക്കുള്ളിൽ ഒരു ആത്മാവല്ല, മറിച്ച് ഒരു ഡിമോണിക് പ്രസൻസ് ആണുള്ളത്. അത് ആ പാവയെ ഒരു ഷിപ്പിംഗ് കണ്ടെയ്നർ പോലെ ഉപയോഗിക്കുകയാണ്. അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യം ആ പെൺകുട്ടികളിൽ ഒരാളുടെ ശരീരം കൈക്കലാക്കുക എന്നതായിരുന്നു. വാരൻ ദമ്പതികൾ അവിടെ ഒരു വിശുദ്ധ കർമ്മം നടത്തി ആ പാവയെ പിടിച്ചെടുത്തു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. ആ പാവയെ തൻ്റെ കാറിൽ വെച്ച് കൊണ്ടുപോകുമ്പോൾ എഡ് വാരൻ മരണത്തെ മുഖാമുഖം കണ്ടു. കാറിൻ്റെ എൻജിൻ തനിയെ നിലച്ചു, ബ്രേക്കുകൾ പ്രവർത്തിക്കാതായി. വാരൻ പറഞ്ഞിട്ടുണ്ട്, കാറിനുള്ളിൽ ഒരു പ്രേതബാധ ഉണ്ടായതുപോലെ തണുപ്പ് പടർന്നു. ഒടുവിൽ പാവയുടെ മേൽ വിശുദ്ധ ജലം തളിച്ച് പിശാചെ അടങ്ങുക എന്ന് ആജ്ഞാപിച്ചപ്പോൾ മാത്രമാണ് അവർക്ക് വീട്ടിലെത്താൻ കഴിഞ്ഞത്. ഇന്ന് ആ പാവ ഇരിക്കുന്നത് വാരൻ ദമ്പതികളുടെ ഒക്കൽട്ട് മ്യൂസിയത്തിലാണ്, ഒരു പ്രത്യേക ഗ്ലാസ് കൂടിനുള്ളിൽ. ആ ഗ്ലാസിന് പുറത്ത് വലിയൊരു ബോർഡുമുണ്ട്, പോസിറ്റീവ്ലി ഡു നോട്ട് ഓപ്പൺ. പലരും ആ മുന്നറിയിപ്പ് അവഗണിച്ചു. ഒരിക്കൽ മ്യൂസിയം സന്ദർശിച്ച ഒരു യുവാവ് ആ പാവയെ നോക്കി പരിഹസിച്ച് ചിരിച്ചു. അവൻ ആ ഗ്ലാസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ എന്നെ ഒന്ന് മാന്തൂ. ലൊറൈൻ വാരൻ അവനെ ഉടനെ തന്നെ അവിടെ നിന്ന് പുറത്താക്കി. 3 മണിക്കൂറിന് ശേഷം ആ യുവാവിൻ്റെ ബൈക്ക് ഒരു മരത്തിലിടിച്ച് തകർന്നു. അവൻ സംഭവ സ്ഥലത്ത് തന്നെ മരിച്ചു. അവൻ്റെ കാമുകി പറഞ്ഞത് മരിക്കുന്നതിന് തൊട്ട് മുൻപ് അവൻ ആ പാവയെക്കുറിച്ച് എന്തോ അലറി വിളിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അനബെല്ലെ ഇപ്പോഴും ആ മ്യൂസിയത്തിൽ ഇരിക്കുന്നുണ്ട്. ഓരോ മാസവും ഒരു പുരോഹിതൻ വന്ന് ആ കൂടിന് ചുറ്റും പ്രാർത്ഥനകൾ നടത്തുന്നു. കാരണം ആ കൂട് തുറക്കപ്പെട്ടാൽ ആ ശാപം വീണ്ടും പുറത്തു വരും. നിങ്ങൾ കരുതുന്നുണ്ടാകാം ആ ഗ്ലാസ് കൂട് സുരക്ഷിതമാണെന്ന്. എന്നാൽ ലൊറൈൻ വാരൻ മരിക്കുന്നതിന് മുൻപ് ഒരു രഹസ്യം പറഞ്ഞിരുന്നു. ആ കൂട് പാവയെ ഉള്ളിൽ നിർത്താനല്ല, മറിച്ച് നമ്മളെ അവളിൽ നിന്ന് സംരക്ഷിക്കാനാണ്. അടുത്ത തവണ നിങ്ങളൊരു പാവയെ വാങ്ങുമ്പോൾ
അതിൻ്റെ കണ്ണുകളിലേക്ക് ഒന്ന് സൂക്ഷിച്ചു നോക്കുക. അവളും നിങ്ങളെ നോക്കി ചിരിക്കുന്നുണ്ടാകാം. നിഴലുകളിൽ അവൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുണ്ടാകാം.